ഇന്ന് നമുക്ക് നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാവേ. പച്ചരിയൊക്കെ കുതിർത്തി അരിയൊക്കെ അരച്ച് കഷ്ടപ്പെടാതെ നമുക്ക് ഈസി ആയിട്ട് അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് വെറും 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ അരിയൊക്കെ അരച്ച് എങ്ങനെയാണോ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് തന്നെ വീർത്ത് പൊങ്ങി അരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും മുരിഞ്ഞ് കളറൊക്കെ മാറി കിട്ടലും ടേസ്റ്റുള്ള നെയ്യപ്പമായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ നെയ്യപ്പം റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ ഇതാ അതിനായിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്നും കൂടെ ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു 3/4 കപ്പ് ശർക്കരയായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര വരെ നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഈ ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അലിയിച്ചെടുക്കാം. ശരിക്കും തിളച്ച് ശർക്കരയൊക്കെ നല്ലോണം തന്നെ ഒന്നും കൂടെ അലിഞ്ഞു വന്നാൽ മാത്രം മതി. ഇതിപ്പോ ഗ്രേറ്റ് ചെയ്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാനൊരു 3/4 കപ്പ് അളവ് പറഞ്ഞത്. ഇനിയിപ്പോൾ അച്ചു ശർക്കരയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 അച്ചു ശർക്കര ആയിരിക്കും നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതാ ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി തിളപ്പിച്ച് ശരിക്കും ഒന്നും കൂടെ അലിയിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തീ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല തീ ചൂടോട് കൂടി ഒഴിക്കേണ്ട, വലിയ ചൂട് ഒന്ന് ആറി വന്നാൽ മാത്രം മതി. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന സാധാരണ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നേർപകുതി 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് മൈദ, കൂടെ തന്നെ ഇതാ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണും താഴെ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ഒരുപാട് ആയി പോകണ്ട. ഇനിയിപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി മിക്സ് ആക്കി എടുത്തതിന് ശേഷം ചെറു ചൂടുള്ള നമ്മുടെ ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ചു കൊടുക്കാവേ. ആദ്യമേ 1.5 കപ്പ് മുഴുവൻ ഒഴിക്കേണ്ട, നേർപകുതി ഒഴിച്ച് നല്ലോണം തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി ബാക്കി പകുതിയും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടി മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനിയുടെ വലിയ തീ ചൂടൊന്നും അറിയിട്ടുണ്ട്, എന്നാൽ ചൂടൊട്ട് പോയിട്ടില്ല. കൈ തൊട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ചൂടുണ്ട്, അത് മതി. ബാക്കി ശർക്കരയും ഇതേപോലെ തന്നെ അരിച്ച് നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ശരിക്കും ഇളക്കി കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ആക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടി ഒന്നും കൂടെ കറക്കിയെടുത്താലും മതിയാവും. അപ്പം ഞാനിവിടെ ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നോക്കിയപ്പോൾ കുറച്ചൊരു കട്ടി പോലെ തോന്നി, അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ, അതൊന്ന് നോക്കി മാത്രം ചേർത്താൽ മതി. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവിരിക്കാനായിട്ട്. അപ്പോൾ മൊത്തം നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളവും കൂടിയാണ് നമ്മൾ മൊത്തം ചേർത്ത് കൊടുത്തത്. അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് തേങ്ങാക്കൊത്താണ്. 1 ടേബിൾ സ്പൂൺ നെയ്യിലാട്ടോ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തത്. അപ്പോൾ ആ നെയ്യേപ്പാട് തന്നെ നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതിപ്പോൾ വെള്ളം ഒരുപാട് കൂടുതലും ഇല്ല, തീരെ കുറഞ്ഞ് കട്ടിയായിട്ടൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിൽ ഒന്നും കൂടെ ആക്കിയെടുക്കാം കേട്ടോ. അത് മതി. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരിയൊന്നും അരയ്ക്കാതെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നല്ല തീ ചൂടോടുകൂടി ഒഴിക്കാതെ ഒരു ചെറു ചൂടോടുകൂടി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവിലും ചെറിയ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ റെഡിയായി വന്ന നെയ്യപ്പത്തിന്റെ മാവ് ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കാതെ നേരെ നല്ല ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു വശമൊക്കെ നല്ലോണം തന്നെ മുരിഞ്ഞ് കളറൊക്കെ മാറി ശരിക്കും വീർത്ത് വന്നു കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. 2 വശം കളറൊക്കെ മാറി നല്ലോണം തന്നെ മുരിഞ്ഞ് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള നെയ്യപ്പം തന്നെയാണ്. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം തന്നെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാട്ടോ ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ സാധാരണ അരി അരച്ച് നെയ്യപ്പം ഉണ്ടാക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എടുത്ത് മാറ്റി അടുത്ത മാവും ഇതേപോലെ കോരിയൊഴിച്ച് നമുക്ക് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. മാത്രമല്ല നമ്മുടെ നെയ്യപ്പത്തിന്റെ മാവിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ശരിക്കും ഇങ്ങോട്ട് വീർത്ത് പൊങ്ങി വരില്ല കേട്ടോ, കുറച്ച് കട്ടിയായിട്ടിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സാക്കി നമ്മൾ നെയ്യപ്പം റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ആദ്യത്തെ ഒരെണ്ണം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതനുസരിച്ച് നോക്കി നിന്ന് ചെയ്യാം കേട്ടോ. ബാക്കി എല്ലാ നെയ്യപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് നല്ല മൊരിഞ്ഞിരിക്കുന്ന നെയ്യപ്പം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അരിപ്പൊടിയും മൈദയും റവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ നമ്മുടെ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവരും നല്ല ചൂട് ചായയുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടത് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് ശരിക്കും കളറൊക്കെ മാറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളി പുതിയ പുതിയ വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.